ടി വി പ്രസാദിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രസാദ്, ഇന്നലെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന നോട്ടീസിൽ പറഞ്ഞത് 4 ലക്ഷം രൂപ എന്നായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തിരിച്ചടയ്ക്കാൻ ചെന്നപ്പോഴാണ് 5 ലക്ഷം എന്ന് പറഞ്ഞത്. ഇതിൽ 1 ലക്ഷം രൂപ അധികം അടക്കേണ്ടി വന്നു. സുരേഷ് ഗോപി MP 4 ലക്ഷം രൂപയാണ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ റിപ്പോർട്ടർ TV വ്യക്തമാക്കിയതായിരുന്നു. അധിക തുകയുണ്ടെങ്കിൽ അത് അടയ്ക്കാം എന്നും ഉറപ്പ് നൽകിയിരുന്നതാണ്. ഇനിയിപ്പോൾ എന്താണ് ആ നടപടികൾ ഉണ്ടായിരിക്കുന്നത്? ആ നടപടിയൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോൾ അവിടുത്തെ? നടപടികൾ പൂർത്തിയായി വരികയാണ് ശ്രുതി. ഇനിയിപ്പോൾ നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 1 ലക്ഷം രൂപ എങ്ങനെ അധികം വന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് 4,10,000 രൂപയാണ്. പക്ഷേ അത് ഇന്ന് അടക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് 5,04,000 രൂപയായതായിട്ട് പറഞ്ഞത്. അതായത് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 1,03,000 രൂപ കൂടുതൽ. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇവരോട് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപ കൂടിയത്? പറഞ്ഞോളൂ, എങ്ങനെയാണ്? അതാ പറയണേ, ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യൂ. നിങ്ങൾക്ക് ഈ ഇന്നലെ 4 ലക്ഷം രൂപയല്ലേ? ഇന്നലെ അല്ലല്ലോ 4 ലക്ഷം രൂപ. ആസ് ഓൺ ഡേറ്റ് അവിടെ ഒട്ടിച്ച 4 ലക്ഷം രൂപ. ആ നോട്ടീസ് ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്തതാണ്. 4 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ 25% അല്ലേ ഒറ്റ ദിവസം കൊണ്ട് മാറുന്നത്? അത് എങ്ങനെയാണെന്നാണ്. വെയിറ്റ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയണ്ടേ? ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1st of ഒക്ടോബറിലാണ്. ആസ് പെർ ദ നോട്ടീസ് 29/2024 എമൗണ്ട് ആണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കോടതി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ആ നോട്ടീസ് തന്നെയാണ് നമ്മൾ പ്രോപ്പർട്ടിയിൽ അഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അങ്ങനെ പതിക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അല്ലേ നിങ്ങൾ പതിക്കേണ്ടി? അല്ല, അതാണ് തന്നെയാണ്. എങ്ങനെ ഒരാൾക്ക് അറിയാൻ പറ്റും 25% കൂടുതൽ അടിക്കണം എന്നല്ല? 25% അല്ല, അതിനുശേഷം അടച്ചിട്ടില്ലല്ലോ. എത്ര മാസമായി? അതിനുശേഷം മാസത്തിന്റെ അല്ല, നിങ്ങൾ അത് കണക്കൂട്ടിട്ട് വേണ്ടേ? ഇന്നലെ പതിച്ചാണല്ലോ നോട്ടീസ്. അതിനുശേഷം ഇന്നലെ അതേ പറഞ്ഞ് നിങ്ങൾ കണക്കൂട്ടിട്ട് വേണ്ടേ അവർ അടക്കാൻ? ഒരാൾ അടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 1 ലക്ഷം കൂടുതലാണെന്ന് പറഞ്ഞ ഒരാൾക്ക് അടക്കാം. കോടതി പ്രൊസീജിയറാണ്. കോടതി പ്രൊസീജിയർ നിങ്ങൾ പൊസിഷൻ എടുത്തു. ഓക്കെ, എമൗണ്ടിന്റെ കാര്യം നമ്മൾ പറയണേ. കോടതി പ്രൊസീജിയർ 25% ഒറ്റ ദിവസം കൊണ്ട് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. എന്നോട് ചോദിക്കുമ്പോൾ എന്നോട് സംസാരിക്കും. ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുക. കോടതി പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ആ നോട്ടീസ് അഫിക്സ് ചെയ്തിട്ടുണ്ട്. കോടതി പ്രൊസീജിയറിൽ നമ്മൾ എന്താണോ സബ്മിറ്റ് ചെയ്ത നോട്ടീസ് അതാണ് അവിടെ അഫിക്സ് ചെയ്തിരിക്കുന്നത്. ആസ് പെർ ദ ഓർഡർ നിങ്ങൾക്ക് അതിനുശേഷം എന്താണോ ഇൻട്രസ്റ്റ് ആൻഡ് കാര്യങ്ങൾ അക്രൂ ചെയ്ത് വരുന്നത് അതാണ് നമ്മൾ 1 ലക്ഷം രൂപ എങ്ങനെ കൂടി എന്നുള്ളത് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. അതായത് ഇന്നലെ ഇവർ ഒട്ടിച്ച സമയത്ത് 4,10,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അടക്കാൻ വേണ്ടി വിളിച്ച സമയത്താണ് 1,03,000 രൂപ കൂടി അധികം. അതായത് 5,04,000 രൂപ അടക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട്, അതായത് അടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് 1 ലക്ഷം കൂടുകയാണ്. ചുരുക്കത്തിൽ പലിശ അടക്കമാണ് ഈ 4 ലക്ഷം പറഞ്ഞത്. ഒരൊറ്റ ദിവസം കൊണ്ട് 25% വർധന ഉണ്ടാവുകയാണ്. 4 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം കൂടി 5 ലക്ഷം ആവുകയാണ്. അതിൻ്റെ കണക്കാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രധാനമായും ഇത് വാർത്ത കണ്ട് ആളുകൾ ഇടപെട്ട് സുരേഷ് ഗോപി അടച്ച പണമായത് കൊണ്ടാണ് ഇവരോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് അത് വരുന്നത്? പറയണേ, നമ്മൾ 28/9/2024 ക്ലോഷർ ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഈ എമൗണ്ട് ജനറേറ്റ് ചെയ്ത് കോടതി സബ്മിറ്റ് ചെയ്യുന്നത്. ആ എമൗണ്ട് തന്നെയാണ് ഫർദർ നോട്ടീസസിലെല്ലാം വരുന്നത്. പിന്നെ അതിനുശേഷം വന്നിരിക്കുന്ന അക്രൂഡ് ചാർജസ് മീൻസ് EMI ഡീറ്റെയിൽസ് ആണ് ഈ വന്നിരിക്കുന്ന ഫോർക്ലോഷർ ലെറ്ററിലുള്ളത്. വരുന്നത് 5,04,801. അല്ലല്ല, ഞാൻ പറയുന്നത് ആകെയുള്ളത് 3. അത് പ്രിൻസിപ്പളാണ്. അതിനുശേഷം പെൻഡിങ് ഇൻസ്റ്റാൾമെന്റ് ഓൾമോസ്റ്റ് 76,000 ഉണ്ട്. പെൻഡിങ് ഇൻസ്റ്റാൾമെന്റ് ഓൾമോസ്റ്റ് 76,000 രൂപ അടുപ്പിച്ചുണ്ട്. ഇൻസ്റ്റാൾമെന്റ്. ലീഗൽ ചാർജ് എത്ര വരുന്നത്? 46. 46,000 രൂപ ലീഗൽ ചാർജ്. 75,000 രൂപ ഇൻസ്റ്റാൾമെന്റ്. മുടങ്ങിയ അടവുകൾ മാത്രം. അപ്പൊ എത്ര ഒരു അടവ് എത്രയാണ് വരുന്നത് ഇൻസ്റ്റാൾമെന്റ്? ഓൾമോസ്റ്റ് 6,000 രൂപ അടുപ്പിച്ചു വരും. 6,000 രൂപ. അപ്പൊ 6,48 വരും. ഇത് 6 മാസത്തേലേ മുടങ്ങിയത്. ആര് പറഞ്ഞു? ഇത് 6 മാസത്തില്ല. നിങ്ങൾ കണ്ട പ്രകാരം ഇപ്പം 9 മാസം. 6 മാസം മുന്നേ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് 6 മാസം EMI കൂടെ അഡീഷണൽ വന്നിട്ടുണ്ട്. അല്ല, ഒരു ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് വരുന്നത്? 6,000 രൂപ അടുപ്പിച്ച് വരും. 6,000 രൂപ. 5,600. അല്ല, 6,000 രൂപയായാലും ഇപ്പൊ ആകെ 8 മാസമല്ലേ മുടങ്ങിയത്. അപ്പൊ 8 മാസം ഇത് 9 മാസം വരെയുള്ള കണക്കല്ലേ സുഹൃത്തേ? 9 മാസം വരെയുള്ള കണക്കാണ് വിത്തൗട്ട് ലീഗൽ ചാർജസ്. അതിനുശേഷമുള്ള EMIs ആഡായിട്ട് വരും. അന്ന് വരെയുള്ള മുടക്കം കൂടെ ചേർത്തിട്ടാണ് വന്നേക്കുന്നത്. അത് 6 മാസം EMI അല്ല. ഓൾമോസ്റ്റ് 1 ഇയറിന് മേലെയായിട്ട് ഈ ലോൺ അടയ്ക്കുന്നില്ല. മനസ്സിലായോ? അതുവരെയുള്ള നിങ്ങൾ പറഞ്ഞല്ലോ ഈ എമൗണ്ട്. അതായത് ഈ എമൗണ്ട് പറഞ്ഞതിന് ശേഷമല്ലേ 1 ലക്ഷം വരുന്നത്.
ഇവരുടെ സാധാരണക്കാരാണല്ലോ, അതുകൊണ്ടാണല്ലോ. അങ്ങനെയല്ലല്ലോ നമ്മൾ ഇതിപ്പം കമ്പനി ചെയ്തിരിക്കുന്ന വെച്ചാൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് കാര്യങ്ങളുണ്ട്, ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ. അത് അല്ലാതെ വേറെ ഒരു ഇല്ലീഗലായിട്ട് ഒരു കാര്യങ്ങൾ ഇതിൽ ആഡ് ആയിട്ടില്ല. നിങ്ങളുടെ ഫ്രണ്ടിലാണ് ഞാൻ ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഡോക്യുമെന്റ്സ് നോക്കാതെ എന്നെ സംസാരിക്കും. കേന്ദ്രമന്ത്രിയൊക്കെ ഇടപെട്ടായതുകൊണ്ട് അവർക്ക് ഈ 1 ലക്ഷം പെട്ടെന്ന് അടക്കാൻ പറ്റി. ഇതൊരു സാധാരണ ആളാണെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച ആ പണല്ലേ അവർ സംഘടിപ്പിക്കും. പ്രോപ്പർ വേയിൽ EMI അടഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഇല്ല. നിങ്ങൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് അവരടുത്ത് പറഞ്ഞിരുന്നോ 5 ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞിരുന്നു? ഓൺ ദ സ്പോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ സ്പോട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വിനോദ് പിക്ചർ വന്നിട്ടില്ല. വിനോദ് എന്തിനാണ് മാറി നിൽക്കുന്നത് നമുക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ ആദ്യം അവരെ കുറ്റപ്പെടുത്താണോ? പിക്ചറിൽ വന്നിട്ടില്ല. പുള്ളിയുടെ പുള്ളിയുടെ കാര്യങ്ങൾ ആ രീതിയിൽ സംസാരിക്കുന്നത് പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ എമൗണ്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോൾ റെക്കോർഡ്സ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ ഈ 5 സ്ത്രീകളെയൊക്കെ പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് അവരോടൊന്നും സംസാരിക്കാമായി? ആരുമില്ലായിരുന്നു സമയത്ത്, ആരും ഇല്ലായിരുന്നല്ലോ. അല്ല, ഇവിടെ സ്ത്രീകളുടെ വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ആണ് നമ്മൾ അത് ഇപ്പോഴല്ലോ. ഇന്ന് പേയ്മെന്റ് അടയ്ക്കാതെ നാളെ ചെന്ന് നിങ്ങളും മനുഷ്യരല്ലേ, മാനുഷിക പരിഗണന എന്ന് പറയുന്നത്. അതാ പറയണേ. മാത്രമല്ല നിങ്ങൾക്ക് ജൂലൈ 3 വരെ സമയമുണ്ടല്ലോ. 60 days അഡ്വക്കേറ്റ് കമ്മീഷണർ. അതെ, മനസ്സിലായി, നമുക്ക് മനസ്സിലായി, നമ്മൾ അറിയാത്തവരല്ലോ. നോക്ക് നിങ്ങൾ കാര്യങ്ങൾ അതൊക്കെ കണ്ടു, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ 1 ലക്ഷം രൂപ വന്നതിന്റെ കണക്ക് നമുക്ക് എന്തായാലും ഒരു വ്യക്തമായിട്ടില്ല. നിങ്ങൾ പറയുന്നത് അത് ഭയങ്കര മോശമായിപ്പോയി എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളോട് പറയാനുള്ളത്. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ഈ അമ്മ ഇപ്പോൾ ഇവരുടെ പണം അടച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഇന്നലെ ഉണ്ടായിരുന്ന എമൗണ്ട് 4,03,000 രൂപയാണ് ഇവർ വീട്ടിന് മുന്നിൽ പതിച്ചത്. പക്ഷേ ഇന്നാകുമ്പോഴേക്ക് 5,04,000 രൂപ വേണം എന്നുള്ളതാണ് ഇവരോട് പറഞ്ഞത്. അതായത് 25% വർധന ജപ്തി നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഈ ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് 5 സ്ത്രീകൾ, 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കമുള്ള 5 സ്ത്രീകളെ പുറത്താക്കിക്കൊണ്ട് ഇവർ ജപ്തി നടപടികളിലേക്ക് കടന്നത്. വൈകിട്ട് വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. അതിന് പിന്നാലെയാണ് വലിയ ബഹുജനരോഷം ഉണ്ടായത്. ഇവർ ഫോൺ വിളിച്ച് എടുക്കാൻ പോലും തയ്യാറായില്ല. ഇന്നലെ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഇന്നലെ രാത്രി അവരുടെ വീട്ടിന് പുറത്ത് കഴിയേണ്ടി വന്നേനെ എന്ന സങ്കടകരമായ കാഴ്ചയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി എങ്ങനെ 1 ലക്ഷം കൂടി എന്നതിനെക്കുറിച്ച് പോലും പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഒന്നുകൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയാം. ഈ ജൂലൈ മാസം 3-ാം തീയതി വരെ ഇവർക്ക് സമയമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ പോയി നോട്ടീസ് കൊടുത്ത് വീട്ടുകാരോട് സംസാരിച്ച് ജൂലൈ 3-ന് മുമ്പ് അടച്ചു തീർക്കണം എന്ന് പറഞ്ഞ് ജപ്തി ചെയ്യാനുള്ള നടപടികളിലേക്ക് അവർ കടന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. സംസ്ഥാനത്ത് ജീവിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കിക്കൊണ്ടുള്ള ജപ്തി നടപടികൾ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ സ്റ്റാൻഡ്. അതിന് വിരുദ്ധമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചത് എന്നുകൂടി അറിയിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇവർക്കുള്ള ഈ തുക ബാങ്കിൽ അടച്ച് അതിൻ്റെ DD-യുമായി വന്ന് ഇപ്പോൾ ഇവരുടെ എമൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഡോക്യുമെൻ്റ് ഇതുവരെയും കൊടുക്കാൻ തയ്യാറായില്ല. 21 ദിവസത്തിനകം കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ റെസിപ്റ്റ് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഇവരുടെ കൂടെ തിരിച്ചു ഇവിടുന്ന് മടങ്ങുകയും ചെയ്യും. പ്രസാദ് അവരോട് ചോദിച്ച കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സാധാരണക്കാരാണ് അവർ. ഇന്നലെ അനുഭവിക്കേണ്ടി വന്ന മാനസികാവസ്ഥ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. എന്തായിരുന്നു ആ സാഹചര്യം എന്നടക്കം ഇതിൽ ഈ ഒരു കേന്ദ്രമന്ത്രി ഇടപെട്ടതുകൊണ്ട്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടതുകൊണ്ട് മാത്രം അവർക്ക് 4 ലക്ഷം രൂപ ആ സമയത്ത് ഇന്നിപ്പോൾ അടയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ ചെല്ലുമ്പോൾ പറയുന്നു 5 ലക്ഷം, 1 ലക്ഷം അധികം രൂപ. ഇതൊരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇത്രയും സാധാരണക്കാരൻ അവർ ഒറ്റയ്ക്കാണ് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാണ് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ അടയ്ക്കാൻ തീരുമാനിച്ച് ചെല്ലുന്നതെങ്കിൽ എങ്ങനെ അടയ്ക്കുമായിരുന്നു ഈ 1 ലക്ഷം രൂപ? ഇതിപ്പോൾ ഇടപെടലിലൂടെയാണ് 4 ലക്ഷം രൂപയെങ്കിലും അവർക്ക് അടയ്ക്കാൻ കഴിഞ്ഞത്. വീണ്ടും 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. അതിന് കണക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടാണോ അവർ മറുപടി പറയുന്നത്? എന്താണ് അവരിൽ നിന്ന് വ്യക്തമാക്കുന്നത്? ഇത്രയും തുകയാണ് അവർ ഓരോ ആളുകളിൽ നിന്നും, സാധാരണക്കാരായ ആളുകളിൽ നിന്നടക്കം ഈടാക്കുന്നതെന്ന് വ്യക്തമാകുന്നു അല്ലേ? ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ശ്രുതി. അതായത് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ മുന്നിൽ പോയി പെടുന്നവർ ഒരു ഗതിയുമില്ലാത്തവരാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇത്ര വലിയ കൊള്ളപ്പലിശ ഈടാക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി പാവങ്ങളായിട്ടുള്ള മനുഷ്യർ തലവെച്ച് കൊടുക്കില്ലല്ലോ. ആ വീട്ടിനൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഗോപാൽ കണ്ടതാണ്. ഗോപാൽ അവിടേക്ക് പോയ സമയത്ത് നമുക്ക് കണ്ട കാഴ്ച, ഈ ലോണുകൾ പാസ്സാക്കണമെങ്കിൽ അത് സഹകരണ ബാങ്കായാലും ശരി, നാഷണലൈസ്ഡ് ബാങ്കായാലും ശരി, വീട്ടിലേക്ക് കാറ് കയറുന്ന വഴിയുണ്ടാകണം. യഥാർത്ഥത്തിൽ ഈ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും നമ്മുടെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത് ഈ വഴിയുടെ ഒക്കെ പേരിലാണ്.